അറിയപ്പെടുന്നത് ഒരു കരുണയുടെ തോഴനാണ്. കരുണ ജീവിതത്തിൽ വ്രതമാക്കുകയും കരുണ ആണ് യേശു ആണ് കരുണ, അല്ലെങ്കിൽ ഈശോ കരുണയുടെ സുവിശേഷമാണ് എന്ന് ലോകത്തെ അറിയിച്ച ഇടയനാണ് പോപ്പ് ഫ്രാൻസിസ്. അദ്ദേഹത്തിന്റെ മരണം അത് കരുണ ആഗ്രഹിക്കുന്നവർക്ക്, കരുണ ലഭിക്കേണ്ടവർക്ക് കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ദുഃഖം എനിക്കുണ്ട്. അദ്ദേഹം 17-ാമത്തെ വയസ്സിൽ കുമ്പസാരിക്കുമ്പോൾ ഒരു വൈദികൻ, ക്യാൻസർ ബാധിതനായ ഒരു പുരോഹിതനാണ് അദ്ദേഹത്തെ കുമ്പസാരിപ്പിക്കുന്നത്. അദ്ദേഹമാണ് കരുണയുടെ വാതിലുകൾ ഇദ്ദേഹത്തിന് തുറന്നു കൊടുത്തതെന്ന് പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. 1 വർഷം കഴിയുമ്പോൾ ക്യാൻസർ ബാധിതനായ ഈ പുരോഹിതൻ മരിക്കുമ്പോൾ അദ്ദേഹം മുറിയടച്ച് വല്ലാതെ വിലപിക്കുന്നുണ്ട്. പിന്നീട് തന്റെ ജീവിതത്തിൽ കരുണ ഒരു പ്രത്യേക വ്രതമാക്കി അദ്ദേഹം എടുക്കുന്നുണ്ട്. 2013 മാർച്ച് 13-നാണല്ലോ പോപ്പ് ഫ്രാൻസിസ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷമുള്ള ഞായറാഴ്ച അദ്ദേഹം തന്റെ സുവിശേഷം, തന്റെ നയം വ്യക്തമാക്കുന്നുണ്ട്. ഈശോയാണ് കരുണ, കരുണയുടെ സന്ദേശമാണ് സഭ പുലർത്തേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് 1 വർഷം അദ്ദേഹം കരുണയുടെ വർഷമായി ആചരിക്കാൻ സഭയോട് ആവശ്യപ്പെട്ടു. ലോകത്ത് മുഴുവൻ കരുണയുടെ സഞ്ചാരത്തിൽ അദ്ദേഹം മുഴുകി. ആ യാത്രയിലാണ് ജയിലിൽ പാദങ്ങൾ കഴുകാൻ അദ്ദേഹം തയ്യാറായത്. ജയിലിൽ 12 പേരുടെ പാദങ്ങൾ കഴുകിയപ്പോൾ അതിലൊരാൾ സ്ത്രീയായിരുന്നു. ആ സ്ത്രീയുടെ മടിയിലിരുന്ന കുഞ്ഞിന്റെ കാലും അദ്ദേഹം കഴുകി. അദ്ദേഹം കഴുകിയത് കണ്ണുനീര് കൊണ്ടാണോ വെള്ളം കൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ കുഞ്ഞ് ജനിച്ചത് പോലും ജയിലിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞ് ആ കുട്ടിയുടെ പാദത്തിൽ ചുംബിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, കരുണ ജീവിതത്തിൽ പുലർത്താൻ വിശ്വാസിയുടെ, മതവിശ്വാസിയുടെ, ക്രൈസ്തവ വിശ്വാസിയുടെ ഏറ്റവും ആവശ്യം വേണ്ട ഘടകമാണ് കരുണ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ജീവിതം മാറ്റിവെക്കുകയും കരുണയുടെ സന്ദേശം ലോകത്തിന് നൽകുകയും ചെയ്ത പോപ്പ് ഫ്രാൻസിസ് നഷ്ടപ്പെടുന്നു. അദ്ദേഹം ലോകത്തോട് വിട പറയുന്നു. അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ശിരസ്സ് നമിക്കുന്നു. നന്ദി ശ്രീ ഷാജി.